എല്ലാവരും ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്നൊന്ന് കേട്ടു നോക്കിയേ. യെസ്, ഇത് ജിമ്മി കമ്മലിൻ്റെ ഒരു പോർഷനാണ് ഞാനിപ്പോൾ പ്ലേ ചെയ്തത്. 6 years ago 91 million വ്യൂസ് ഇൻ യൂട്യൂബ് റൈറ്റ് നൗ. ആൻഡ് ആ ഒരു സമയം, അതായത് 6 വർഷം നോക്കുമ്പോൾ 2018 ജൂൺ 25, കൊറോണയ്ക്കെല്ലാം മുമ്പാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഈ ജിമ്മി കമ്മൽ എന്ന പാട്ടടിക്കുമ്പോൾ, യൂട്യൂബിൽ ഇങ്ങനെ അടിക്കുമ്പോൾ അത് എല്ലാ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ നിന്നും ഡിഫറെൻറ്റ് ഡാൻസസും പാട്ട് ഡിഫറെൻറ്റ് കവറുകളും എല്ലാം പാടി ആൾക്കാർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ആൻഡ് വൺ ഓഫ് ഇറ്റ് സിംഗേഴ്സ്, അതായത് ഈ പാട്ട് പാടിയത് രഞ്ജിത്തുണിയും വിനീത് ശ്രീനിവാസനുമാണ്. വിനീത് ശ്രീനിവാസൻ്റെ കൂടെ പാടിയത് രഞ്ജിത്തുണിയാണ്. അപ്പോൾ ഈ രഞ്ജിത്തുണി ഈസ് വൺ ഓഫ് മൈ ഫാമിലി ഫ്രണ്ട്സ്. എൻ്റെ ഫാദറിൻ്റെ, അതായത് ഈ ഫാദർ എൻ്റെ വാപ്പ ഈ രഞ്ജിത്തുണി എടുത്തുകൊണ്ടൊക്കെ നടന്നിട്ടുണ്ട്. കാരണം ഈ രഞ്ജിത്തുണിയുടെ അമ്മ ഈസ് മൈ ഡാഡ്സ് കൊളീഗായിരുന്നു കേട്ടോ ആ ഒരു സമയത്തൊക്കെ. അങ്ങനെ കുറേ സ്റ്റോറീസൊക്കെ പറഞ്ഞ് എന്നിട്ട് ഈ കാലിക്കറ്റ് നോട്ട്ബുക്കിൽ ദുബായിൽ ഇവരെയും കൊണ്ട് ജിമ്മി കമ്മൽ കുടിക്കാൻ പോയി. യെസ്, ജിമ്മി കമ്മലിൻ്റെ സിംഗറിനെയും കൊണ്ട് ജിമ്മി കമ്മൽ കുടിക്കാൻ പോയി. യെസ്, ജിമ്മി കമ്മലിൻ്റെ സിംഗറിനെയും കൊണ്ട് ജിമ്മി കമ്മൽ കുടിക്കാൻ പോയി. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ പോയത് കേട്ടോ. യെസ്, ആൻഡ് ആ ഒരു ചെറിയ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ജിമ്മി കമ്മലിൻ്റെ ഒരു റീൽ, ലാലേട്ടൻ മറ്റേ ഷാഷ വെയർ ഹൗസിൽ കിടന്ന് കളിക്കുന്ന ഒരു റീലും കൂടി കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു മെമ്മറി സ്ട്രൈക്ക് ചെയ്തത് എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ആൻഡ് യെസ്, അടുത്തൊരു സ്റ്റോറി എന്ന് വെച്ചാൽ നമ്മൾ സ്ക്വിഡ് ഗെയിമിലെ മറ്റേ അപ്പൂപ്പൻ 001 ദ ഫൈനൽ ബോസ് എന്ന് പറയില്ല, ആ ഒരു അപ്പൂപ്പൻ സെക്ഷൽ അസോൾട്ട് ചാർജ് കൊണ്ട് 1 വർഷം ജയിലിലാണ് എന്നാണ് ന്യൂസ് കേട്ടത്. 12,000 വർഷം മുമ്പ് പോയൊരു 3 ഡയർ വോൾഫുടെ വീണ്ടും ഭൂമിയിലോട്ട് കൊണ്ടുവന്നാണ് ന്യൂസൊക്കെ കേൾക്കുന്നത്. ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് അപ്രിഷിയേറ്റിംഗ് ദെയർ ഒരു ഹൗ ദേ ആർ യൂസിങ് ദ ടെക്നോളജി ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് എല്ലാ കാര്യം കൊണ്ടും. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദോസ് പീപ്പിൾ. സോ ആൻഡ് അവർ കുറേ വേറെ ഡിഫറെൻറ്റ് എക്സ്റ്റെൻ്റ് ആയിട്ടുള്ള ആനിമൽസിനെ തിരിച്ചു കൊണ്ടുവരാനാണ് അവർ പരിശ്രമം. ഐ ഹോപ്പ് ഇറ്റ് ഓൾ ഗോ സക്സസ്. ആൻഡ് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഡൈനോസറിനെ കൊണ്ടുവന്നതിന് ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ. അതായത് ഒരു നമുക്ക് ടീറെക്സിനെ നമുക്ക് ഇത്തിരി പെറ്റായിട്ട് വെക്കാനെന്നൊക്കെ ചില ആൾക്കാർ ഇൻസ്റ്റഗ്രാം കമൻറ്റിൽ മീമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഗസ ഇസ്രായേൽ വാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് സർപ്രൈസിംഗ്ലി ഐ കം അക്രോസ് എ റീൽ ദാറ്റ് ഈസ് നമ്മൾ ദുബായ് ബുർജ് ഖലീഫയിൽ ഒരു ലൈറ്റിംഗ് ഒന്ന് സ്ട്രക്ക് ആകുമ്പോൾ പലസ്തീൻ്റെ മാപ്പ് ഔട്ട്ലൈൻ ചെയ്ത് കാണിക്കുന്ന ഒരു ഇത് സ്ലോ മോഷനിൽ വീഡിയോഗ്രാഫർ എടുത്തിരുന്നു. ആൻഡ് ലേറ്റർ ഓൺ ഹി കമൻസ് ഹിസ് ആ ഒരു കമൻറ്റ് ഇട്ട് കേട്ടോ ഇൻ ഹിസ് കമൻറ്റ് ബോക്സ് ഇറ്റ്സെൽഫ് ആൻഡ് ഹി പിൻസ് ഇറ്റ്. ആൻഡ് ദെൻ ഈസ് ലൈക്ക്, ഇത് ഞാൻ പ്രൊഫഷണൽ വീഡിയോഗ്രാഫറാണ്, എന്നെ സ്ലോ മൂവ് ചെയ്തപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാതെ ഒരു എഡിറ്റിംഗ് ഉപയോഗിക്കാതെ ഞാൻ ഇത് സ്ലോ മൂവിൽ എഡിറ്റിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. സർപ്രൈസിംഗ്ലി ടു നോ ആൻഡ് ഐ ഗെസ് ഇറ്റ്സ് എ ഗോഡ്. എന്ത് പറയുന്നത്, ദൈവം നമ്മളെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്, ഇതൊന്ന് നിർത്താനൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കണം അല്ലേ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഒരു യോഷി ഷെർട്ടോറിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. യോഷി ഷെർട്ടോറി, ആ ഒരു പേര് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. യോഷി ഷെർട്ടോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രതിഷേധക്കാരനാണ്. പിന്നെ എന്താ പറയുക, ജപ്പാനിലെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. യെസ്, പിന്നെ പക്ഷേ ആളുടെ കയ്യിലിരിപ്പ് അമ്മാതിരി ചില്ലറ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമുക്ക് സംസാരിക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. യു ആർ ലിസണിംഗ് ടു ഷോ സ്റ്റാഫ് റൈറ്റ് ഹിയർ. പ്രാവശ്യം ജയിലിൽ ചാടിയ ആളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. യോഷി ഷെർട്ടോറിയെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. 4 പ്രാവശ്യമാണ് അയാൾ ജയിലിൽ ചാടിയത്. സലീം കുമാറിൻ്റെ പോക്കിരാജ് എന്ന സിനിമയിലെ ട്വിസ്റ്റാണ് എനിക്ക് എല്ലാ നേരവും ഓർമ്മ വരുന്നത്. കാരണം ഇയാളെ കഥയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ 2017 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തിയേറ്ററിൽ. എനിക്ക് തോന്നുന്നു ജപ്പാനീസ് മൂവിയാണോ ഇംഗ്ലീഷ് മൂവിയാണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടത് 2017 ഇയാളെ കഥയെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇയാളെ അതായത് ഈ ജയിൽ ചാട്ടം 4 പ്രാവശ്യം ജയിൽ ചാടുന്നത് 4 വ്യത്യസ്തമായിട്ടുള്ള ജയിലിൽ നിന്നാണ്.
ഓരോ സമയത്തും ഓരോ ജയിലിലുള്ള സെക്യൂരിറ്റികളെ ഇയാൾ എന്ത് ചെയ്യാൻ അതൊന്നും കാര്യമാക്കാതെ ഇയാൾ അങ്ങ് ചാടുകയാണ് കേട്ടോ. ആൻഡ് നാലാമത്തെ നമ്മുടെ ഈ ഈസി മീഡിയം ഹാർഡസ്റ്റ് പറയില്ല, ലാസ്റ്റ് ജയിൽ വരെ ഇയാൾ അങ്ങ് ചാടി അങ്ങ് പോയി. അതാണ് സത്യം, ചാടി അങ്ങ് പോയി. ആൻഡ് ഫസ്റ്റ് ഇയാൾ പോയത് അമോരി ജയിലിലാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇയാൾ ചെറിയ കാലത്തൊക്കെ ഇയാൾ ഫിഷർമാനും ഫാർമറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മോഷ്ടിക്കാൻ തുടങ്ങി. മോഷ്ടിക്കാനും കാസിനോ ബെറ്റിങ്ങൊക്കെ ഇയാൾ പോയപ്പോൾ മോഷ്ടിക്കാനും ഇയാൾ തുടങ്ങി. ആ ഒരു മോഷണത്തിനിടയിലാണ് മറ്റൊരാളെ ഇയാൾ കൊലപ്പെടുത്തുകയും ഇയാൾ ജയിലിൽ പോകുന്നതും. ഈ അമോരി ജയിലിൽ പോകുമ്പോൾ ഇയാൾക്ക് നല്ല പീഡനങ്ങളാണ് ഇയാൾക്ക് ഉണ്ടായിരുന്നത്. അയാൾക്ക് അന്നൊരു ഒരു മോളും ഉണ്ട്, ഒരു ഭാര്യയും ഉണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഇയാൾ ഒരു തൂക്കുകയറെന്നാണ് ഇയാൾ വിചാരിച്ചത്. കാരണം ഒരാളെ കൊലപ്പെടുത്തിയതല്ലേ, തൂക്കരെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇയാൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു പീഡനവും അടിയും ഇടിയും ഒന്നും ഇയാളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു, ചാടാമെന്ന് വിചാരിച്ചു. അയാളുടെ ബാത്റൂമിൻ്റെ ഒരു കുളിക്കാനുള്ള ഒരു സ്റ്റീൽ ബക്കറ്റ് ഉണ്ടായിരുന്നു. അതിലൊരു സ്റ്റീൽ വയറെടുത്ത് അയാൾ എന്ത് ചെയ്തു, ഓരോ സെല്ലിൻ്റെ ഓരോ ഡോറായിട്ട് അയാൾ അങ്ങ് അൺലോക്ക് ചെയ്തു. പക്ഷേ ഈ അൺലോക്ക് ചെയ്യുന്നതിന് മുമ്പ് 6 മാസത്തെ പ്ലാനിങ് ആണ് ഇയാൾക്ക് ഉണ്ടായിരുന്നത്. 6 മാസത്തെ പ്ലാനിങ് വെച്ചാൽ ഓരോ ഓഫീസർ എപ്പോഴാണ് വരണേ, അവരുടെ ഡ്യൂട്ടി ടൈം എങ്ങനെയാണ് അവർ ഓരോ സെല്ലിലോട്ടും വരുന്നതെന്നാണ് നോക്കിയത്. 15 മിനിറ്റാണ് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലോട്ട് നടന്നു കയറി വരേണ്ട സമയം എടുക്കുന്നത്. അങ്ങനെ ഒരു രാത്രി 15 മിനിറ്റിൻ്റെ ഇടയിലാണ് ഇയാൾ അയാൾക്ക് എസ്കേപ്പ് ആകാൻ വേണ്ടി 6 ഡോറാണ് ഇയാൾക്ക് തുറക്കേണ്ടി വന്നത്. ഈ 6 ഡോറും അയാൾ തുറന്ന് 15 മിനിറ്റിൽ ഇയാൾ എസ്കേപ്പ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം, ഇയാളുടെ കയ്യിൽ എന്താ പറയുക, ഇയാളുടെ കയ്യിലിരിപ്പ് ചില്ലറ എന്നല്ല കേട്ടോ, ചില്ലറ കയ്യിലിരിപ്പത്തല്ല. കാരണം ഇയാൾക്ക് വേറെ എൻ്റെ കോളേജിലെ കൂട്ടുകാരൻ ആൽവിൻ എന്ന് പറയും, അവൻ പറയുന്നത് വെച്ചാൽ എന്തിനാണ് വള്ളി പിടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. ഇതേപോലെ ഒരു വള്ളിപ്പിടുത്തക്കാരനാണ് ഈ യോഷി ഷർട്ടൂരി. രണ്ടാമത്തെ പ്രാവശ്യം ജയിലിൽ പോകുന്നുണ്ട്. വേറെ ഒന്നിനും കൊണ്ടല്ല, വെറും 3 ദിവസത്തിന് ശേഷമാണ് ഇയാൾ വീണ്ടും ജയിലിൽ പോകുന്നത്. വീണ്ടും ഒരു കാര്യം മോഷിച്ചാണ്, അതും ഹോസ്പിറ്റലിൽ നിന്ന്. ജീവനക്കാരെല്ലാവരും പിടിച്ച് അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ഇയാളെ പിടിച്ച് അഗ്ദ ജയിലിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അഗ്ദ ജയിലിൽ ഇതിനെയും കാട്ടിയും പീഡനങ്ങൾ ഇപ്രാവശ്യം ഇയാളുടെ കയ്യിൽ വിലങ്ങുമുണ്ട്. എങ്ങനെ ഇയാൾ എസ്കേപ്പ് ആവുമെന്ന് വിചാരിച്ചപ്പോൾ ഇയാളുടെ അവിടെ എങ്ങനെ ഒരു ചെറിയൊരു വേറെന്തോ ഇയാൾ സ്റ്റീലായിട്ട് എന്തോ കിടന്നിരുന്നു. ഈ ഒരു വിലങ്ങ് അയാൾ ഊരി, എന്നിട്ട് അയാൾ എല്ലാ ദിവസവും രാത്രി ആ ഒരു സെല്ലിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലാണ് ഇയാളുടെ ജനലുള്ളത്. ആ ഒരു ജനൽ സ്പൈഡർമാനെ പോലെ ചെവരിൽ കാല് രണ്ടിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഇയാൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഒരു സമയമായപ്പോൾ ഈ പ്രാക്ടീസ് ആ വിൻഡോ വരെ എത്തിച്ചു. അയാൾ ഇടിച്ചു പൊട്ടിച്ച് ഒരു രാത്രി കൊണ്ട് അയാൾ അങ്ങ് മുങ്ങി കേട്ടോ. ഇത് എത്ര മാസത്തെ പ്ലാനിങ് എന്നറിയാമോ? ഇതും ഒരു 3 മാസം കൊണ്ടാണ് ഇയാൾ ഇതങ്ങ് ചാടിയത്. 3ാമത്തെ പ്രാവശ്യം ഇയാൾ ജയിലിലോട്ട് പോവുകയാണ്. അതാണ് 3ാമത്തെ പ്രാവശ്യം ഇയാൾ ജയിലിൽ പോകുന്നത് എങ്ങനെയെന്നാണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. പക്ഷേ ഈ 2ാമത്തെ പ്രാവശ്യം ഇയാൾ ജയിലിലുണ്ടായിരുന്ന സമയത്ത് ഇയാളുടെ അവിടെ ഒരു കൊബയാഷി എന്നും പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ, ഒരു ഹെഡ് പോലീസ് ഉണ്ടായിരുന്നു. ആ ഹെഡ് പോലീസ് ഓഫീസർ ഇയാൾ നന്നായിട്ട് പെരുമാറുകയായിരുന്നു. ബാക്കിയുള്ള ഓഫീസറിനെ പോലെ അടിക്കുകയില്ല, ഒന്നും ചെയ്യുകയില്ല, നന്നായിട്ട് ഇയാൾക്ക് സംസാരിക്കും. ആ ഒരു റെസ്പെക്റ്റ് യോഷി ഷർട്ടോരിക്ക് കൊബയാഷി അടുത്ത് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, നമ്മൾ ഈ റിഗ്രറ്റ് ഫീൽ അടിക്കുമ്പോൾ ഒരു കുറ്റവും ഉള്ളതുകൊണ്ട് 3 മാസത്തിന് ശേഷം ഇയാൾ കൊബയാഷിയുടെ വീട്ടിൽ പോയി അയാളോട് സംസാരിച്ച് കാര്യം പറഞ്ഞു. എനിക്ക് ടോക്കിയോ ജയിലിലോട്ട് എനിക്ക് പോയാൽ മതി, കാരണം ഇവരെല്ലാം എന്നെ അടിക്കുകയൊക്കെ ചെയ്യുകയാണെന്ന്. ഇയാൾ എന്ത് ചെയ്തു, ഇയാൾക്ക് ഭക്ഷണം കൊടുത്ത് ഇയാൾക്ക് ഉറങ്ങാൻ പറഞ്ഞു. ആ ഉറങ്ങുന്ന സമയത്ത് ഈ കൊബയാഷി എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ വിശ്വാസവഞ്ചന കാണിച്ചു. വേറൊന്നുമല്ല, ഇയാളെ പോലീസിനെ കൊണ്ട് ഇയാളെ പഠിപ്പിക്കുകയും ഇയാളെ വേറൊരു ജയിലിലോട്ട് മാറ്റുകയാണ് ഇയാൾ ചെയ്തത്. അയാളുടെ ജോലി അതാണ്. പക്ഷേ വിശ്വസിച്ചാണ് നമ്മളെ യോഷി ഷർട്ടോരി വന്നത് കേട്ടോ. അയാളൊരു വിശ്വാസവഞ്ചന കാണിച്ചത് അയാളുടെ മനസ്സിൽ ഈ ഒരു അടുത്ത ജയിലിലോട്ടൊക്കെ പോകുമ്പോൾ ഇയാളുടെ മനസ്സിൽ എല്ലാ നേരവും ഉണ്ട്. അങ്ങനെ ഇപ്രാവശ്യം അടുത്ത ജയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇരട്ടി സെക്യൂരിറ്റി ഉള്ള ജയിലാണ് ഈ ഒരു ജയിൽ. ഈ ജയിലിലെ ആൾക്കാരെല്ലാം എന്താ പറയുക, കൊലപ്പെടുത്തിയൊക്കെയുണ്ട്, വെടിവെച്ച് കൊലപ്പെടുത്തിയൊക്കെയുള്ള ചരിത്രമൊക്കെ ഈ ജയിലുണ്ട്. ഈ ജയിലിൻ്റെ പേരാണ് അബയാഷി ജയിൽ. ഈ അബയാഷി ജയിൽ ഇസ് ലൊക്കേറ്റഡ് ഇൻ വൺ ഓഫ് ദി കോൾഡസ്റ്റ് പ്ലേസസ് ഇൻ ജപ്പാൻ. 20 കിലോ ഉള്ള വിലങ്ങാണ് ഇയാളുടെ കാലിലും കയ്യിലും അവർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? 20 കിലോ ഉള്ള വിലങ്ങ്. യെസ്. ആ ഒരു സമയത്ത് എങ്ങനെ എക്സിറ്റ് ആവുമെന്ന് നോക്കിയപ്പോൾ ഒരു പിടിയുമില്ല. ഇയാൾക്ക് ഫുഡ് കഴിക്കാൻ കൊടുക്കുന്ന ഒരു സൂപ്പാണ്. പട്ടിയെ പോലെയാണ് ഇയാളിരുന്ന് ഒരു സൂപ്പ് കുടിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടും എങ്ങനെ ഇയാൾ എസ്കേപ്പ് ആയെന്ന് 3ാമത്തെ പ്രാവശ്യം എസ്കേപ്പ് ആക്കി. എങ്ങനെ എസ്കേപ്പ് ആവും?
ഇയാൾ എന്ത് ചെയ്തു, ഈ കാലിലും കയ്യിലിട്ടിരിക്കുന്ന ഇയാൾ ഈ സൂപ്പിൽ മുക്കി. ഇയാൾ എല്ലാ ദിവസവും അത് കുടിക്കില്ല. 8 മാസത്തെ ഈ ഒരു ഐ ഗെസ് 6 to 8 months ഇടയിൽ ഇയാൾ ഇതൊക്കെ ചെയ്തു. ഈ 6 to 8 months ഉള്ളിൽ ഇയാൾ അതും എസ്കേപ്പാക്കി. പക്ഷേ വിൻഡോ എങ്ങനെ തുറക്കും? കാരണം സ്ക്രൂ ഉള്ള ഒരു വിൻഡോ ആണ്. ഇയാൾ എന്ത് ചെയ്തു, ഈ കുടിക്കുന്ന സൂപ്പ് അയാൾ എടുത്ത് തുപ്പുമായിരുന്നു ഈ വിൻഡോയുടെ സ്ക്രൂവിൻ്റെ അവിടെ. ഈ സ്ക്രൂ ഇങ്ങനെ തുരുമ്പിച്ച് അത് ഇളകി വരികയും ഇയാൾക്ക് പിന്നെ അങ്ങ് പോവുകയും പിന്നെ അയാൾക്ക് അങ്ങ് ചാടി പോകാനും പറ്റിയായിരുന്നു കേട്ടോ. അത് 4ാമത്തെ പ്രാവശ്യമാണ് ഇത്. അടുത്തത് 4ാമത്തെ പ്രാവശ്യം. ഞാൻ പറഞ്ഞില്ല, ഇയാളെ കയ്യിലിരിപ്പ് അത് വള്ളി കേസാണ്. ചുമ്മാ ഓരോ വള്ളികൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാനാണല്ലോ ഇയാൾ ഉത്തരവാദിത്തം. ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ ഗുഹയിൽ, അതായത് ആ ഒരു സ്ഥലത്ത് ഇയാൾ ഗുഹയിലോട്ട് പോവുകയും അവിടുത്തെ മൃഗങ്ങളെ ഭക്ഷിച്ച് കഴിക്കുകയും ചെയ്ത്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു കാലയളവിൽ നമ്മളെ സെക്കൻഡ് വേൾഡ് വാർ, അമേരിക്ക ജപ്പാൻ വാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ പട്ടണത്തിലോട്ട് പോയി, നമ്മളെ ടൗണിലോട്ട് പോയപ്പോൾ അവർക്ക് ഇയാൾക്ക് വില്ലേജിലൊക്കെ പോയി ഇയാൾക്ക് മനസ്സിലാന്ന് വെച്ചപ്പം അന്ന് ജാപ്പനീസ് വുമനും അമേരിക്കൻ സോൾജേഴ്സായിരുന്നു അന്ന് കപ്പിൾസ് ഒരുമിച്ച് നടക്കുകയൊക്കെ ഇയാൾ കണ്ടു. ആൻഡ് ലേറ്റർ ഓൺ ഇയാളൊരു ന്യൂസ് പേപ്പർ വായിക്കുകയും അതിൽ കാര്യം മനസ്സിലാക്കുകയും അന്നാണ് ഒരു ഹിറോഷിമ നാഗാസാക്കി നമ്മൾ ആറ്റം ബോംബ് ഇടുന്നത് കേട്ടോ, അന്നാണ്. ആൻഡ് അയാൾ ന്യൂസ് പേപ്പർ തലേ ദിവസം ആ ഒരു സമയത്ത് ഇയാൾ ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ ഇയാൾക്കത് പിടികിട്ടുകയും ചെയ്തു. ഇയാൾ അത്ഭുതപ്പെടുകയും ചെയ്തു. അയാൾ എന്ത് ചെയ്തു, ഒരു തക്കാളി ഫാമിൽ അതിന് ശേഷം പോയി അവിടുത്തെ തക്കാളികൾ മോഷിച്ച് കഴിക്കുകയും അവിടുത്തെ ആ ഫാമറിനോട് അയാളൊരു തർക്കത്തിൽ പോവുകയും ആ തർക്കത്തിൻ്റെ ഇടയിൽ ഇയാളങ്ങ് കൊല്ലുകയാണ് ചെയ്തത്. അതിനുശേഷം ഇയാൾ വീണ്ടും ജയിലിലോട്ട് പോവുകയാണ്. എല്ലാവരും പിടിച്ച് ഇയാൾ ജയിലിടുകയാണ്. ഇപ്രാവശ്യം 6 ഗാർഡുകൾ, അയാൾക്ക് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു സെല്ല്, ഒരു വിൻഡോയിൽ അയാളുടെ കൈയും കാലും മാത്രം ഇടാൻ പറ്റുന്ന ഒരു വിൻഡോ, 6 ഗാർഡുകൾ, വെറും ഒരു തറയിൽ വെച്ച് കിടക്കാൻ ഒരു ബെഡും, വേറെ ഒന്നുമില്ല, വിലങ്ങില്ല, ഒന്നുമില്ല. ഫുഡ് വന്ന് കൊടുക്കും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 4ാമത്തെ പ്രാവശ്യം എസ്കേപ്പ് ആക്കി. എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു ദിവസം ഇയാൾ ലേറ്റായിട്ട്, എല്ലാ ദിവസവും നേരത്തെ എണീറ്റ ആൾ ഇപ്പോൾ ലേറ്റായിട്ടാണ് എണീക്കുന്നത്. ഒരു ദിവസം ലേറ്റായിട്ട് എണീറ്റപ്പോൾ ഗാർഡിന് ദേഷ്യം വന്നു. എന്ത് ചെയ്തു, ബെഡിലിട്ട് 2-3 അടി കൊടുത്തു. നമ്മുടെ യോഷി ഷർട്ടോരി ഉണ്ടെന്നും പറഞ്ഞ് ആ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റി നോക്കിയപ്പോൾ, അല്ല ബ്ലാങ്കറ്റ് എടുത്ത് മാറ്റി നോക്കിയപ്പോഴാണ് പിടികിട്ടിയത് ഇയാൾ അവിടെ ഇല്ലാതെ. യെസ് ബീൻ എസ്കേപ്ഡ്. എങ്ങനെ ഈ ഒരു 6 ഗാർഡുള്ള സെക്യൂരിറ്റി, നമ്മുടെ ഈ ഒരു 6 ഗാർഡുള്ള സെക്യൂരിറ്റി ഇയാളങ്ങ് എസ്കേപ്പാണ്. നമ്മുടെ സപ്പോര ജയിലിൽ നിന്ന് ഇയാളങ്ങ് എസ്കേപ്പ് ആവാണ്. ഇയാൾ എന്ത് ചെയ്തു, ഈ ലേറ്റായിട്ട് എണീക്കുക, നേരത്തെ എണീക്കുന്ന ഇയാൾ ലേറ്റായിട്ട് എണീക്കുകയെന്ന് വെച്ചാൽ ഈ ഗാർഡുകൾ രാത്രി ഉള്ള സമയത്ത് 6 ഗാർഡുകളുള്ളതുണ്ടോ, അപ്പോൾ ആരെങ്കിലും കിടന്നുറങ്ങിയേക്കും. ആ ഒരു സമയം കൊണ്ട് ഇയാൾ കുഴി തോണ്ടുമായിരുന്നു. കുഴി തോണ്ടി ഇയാൾ വീണ്ടും എസ്കേപ്പായി. അങ്ങനെ എസ്കേപ്പായി ഇയാൾ ഒരു വർഷത്തിന് ശേഷം ഒരു പാർക്കിൽ ചുമ്മാ ഇരുന്നപ്പോൾ അയാളുടെ അടുത്തുനിന്ന് ഒരു പോലീസ് ഓഫീസർ ഒരു സിഗരറ്റ് നീട്ടി. ഈ സിഗരറ്റ് എന്ന് വെച്ചാൽ അന്ന് ജപ്പാനിൽ ഒരു ഹാബിറ്റായിട്ട് മാറിയതാണ്. നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന പോലെ സിഗരറ്റ് വലിക്കുന്ന ഒരു ഹാബിറ്റാണ്. അങ്ങനെ നീട്ടിയപ്പോൾ അയാൾക്കൊരു ബഹുമാനം തോന്നി. വേറെ ഒരു പോലീസ് ഓഫീസർ ഇയാൾ ഇത്ര നല്ലതായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊരു ബഹുമാനം തോന്നിയുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു, ഇയാളെ ഐഡൻറ്റിറ്റി അങ്ങ് വെളിപ്പെടുത്തിയപ്പോൾ പോലീസ് ഓഫീസർ സത്യസന്ധത കാരണം അയാളങ്ങ് അറസ്റ്റ് ചെയ്തിട്ട് ഇയാളെ പിടിച്ച് കോർട്ടിൽ കൊണ്ടുപോവുകയും കോർട്ടിൽ ഈ ഒരു പോലീസ് ഓഫീസിൻ്റെ ഹെൽപ്പോടെ ഇയാൾ ടോക്കിയോ ജയിലിലോട്ട് മാറ്റി. കാരണം ടോക്കിയോ ജയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പോലീസ് ഓഫീസർ അത്ര മർദ്ദനമൊന്നും ഇല്ലാതെ അത് യോഷി ഷട്ടോരി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ പോലീസ് ഓഫീസർ ജഡ്ജിനോട് പറഞ്ഞ് ഇയാളങ്ങ് മാറ്റിയത്. അങ്ങനെ ഈ ഒരു പോലീസ് ഓഫീസിൻ്റെ ഹെൽപ്പോടെ അയാൾ 6 വർഷത്തെ ജയിൽ തടവ് ശിക്ഷയും കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞിട്ട് ഇയാൾ 1967 ഇയാൾ 1967 ഇയാൾ ജയിൽ മോചിതനാവുന്നത്. ഉഷി ഷട്ടോരി കഥ ശരിക്കും ഒരു പ്രതിഷേധമായിരുന്നു. അയാൾ പറഞ്ഞത്, ഞാൻ പ്രതിഷേധിച്ചത്, എൻ്റെ ജയിൽ ചാട്ടം ഒരു പ്രതിഷേധമായിരുന്നു. ആ ജയിലിലുള്ള പോലീസ് ഓഫീസറും ഈ പീഡിപ്പിക്കുന്ന പോലീസ് ഓഫീസർക്കായിരുന്നു അയാളുടെ ഒരു പ്രതിഷേധം, ഈ ജയിൽ ചാട്ടം തന്നെ. അയാൾക്ക് ജയിലിൽ കിടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല, പക്ഷേ ജയിലിലുള്ള ഈ പീഡനമാണ് അയാൾക്കുള്ള ഒരു പ്രശ്നവും. അയാൾ ആ ഒരു 4 ജയിൽ ചാട്ടം കൊണ്ടാണ് ഇയാൾ പ്രതിഷേധിച്ചത് തന്നെ. ആൻഡ് യെസ്, അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, ജാപ്പനീസ് ഗവൺമെൻറ് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ഓഫീസിന് ട്രെയിനിങ് എല്ലാം കൊടുത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം മാറ്റി. ഞാൻ ചോദിക്കുന്നത്, നമ്മളെ കേരള ഗവൺമെൻറ് ടെസ്റ്റ് എഴുതുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർക്ക് ഗവൺമെൻറ് ടെസ്റ്റിനൊക്കെ കിട്ടുകയാണ്. ഇപ്പോഴും കിട്ടിക്കൊണ്ട് ന്യൂസിൽ നമ്മൾ ആശാ വർക്കേഴ്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ PSC ആശാ വർക്കേഴ്സ് ടെസ്റ്റ്, ആശാ വർക്കേഴ്സിൻ്റെ കാര്യമായാലും PSC എക്സാംസ് എഴുതിയ ആൾക്കാരെല്ലാം ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ടെസ്റ്റ് എഴുതിയ 3 വർഷത്തിനിടയിൽ ടെസ്റ്റ് എഴുതി കിട്ടിയ ആൾക്കാരുടെ ഇതായാലും എല്ലാവരും കിടന്ന് കെഞ്ചിയാണ് ഒരു ജോലിക്ക് വേണ്ടി. യോഷി ഷട്ടോരിയെ പോലെ 4 പ്രാവശ്യം ജയിൽ ചാടിയിട്ട് ഗവൺമെൻറ് മനസ്സിലാക്കി. ഇത് കഴിഞ്ഞ് 3-4 വർഷമായിട്ട് ആൾക്കാർ ഇവിടെ കിടന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ജോലിക്ക് വേണ്ടി.
അത് ഗവൺമെൻറ് കേൾക്കാൻ അല്ല, ഗവൺമെൻറ് ചെവി എവിടെയാണ്? ബിക്കോസ് ഞാൻ പറഞ്ഞ നമ്മൾ SST ടെക്സ്റ്റ് ബുക്കിൽ കഴിഞ്ഞ സിക്സ്ത് ഗ്രേഡ് തൊട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ ആൻഡ് ഓൾ ദാറ്റ് തിങ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ആക്ച്വലി ബീൻ സീൻ. ആൻഡ് വൺ അനദർ എക്സാമ്പിൾ ഇസ് എമ്പുരാൻ. ആൻഡ് എമ്പുരാൻ്റെ കട്ട്സൊക്കെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. എന്തിനാണെന്ന് എനിക്കറിയില്ല. സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ എന്തിനാണ് കട്ടൊക്കെ എടുത്ത് മാറ്റുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഐ ഷുഡ് ബി ഇൻവോൾവ് ഇൻ ടു മച്ച് ഇൻ ടു ദിസ് പൊളിറ്റിക്കൽ തിങ്സ് വിത്തൗട്ട് നോയിങ് ദാറ്റ് മച്ച്. ബട്ട് കുറച്ച് ഇൻഫർമേഷൻസ് എല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻസൊക്കെ വെച്ചാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ യോഷി ഷെട്ടറുടെ കഥ ഒരു പ്രതിഷേധമാണ്. ആൻഡ് നമുക്കും പ്രതിഷേധിച്ച് നമുക്കും കുറേ കാര്യങ്ങൾ ഗവൺമെൻറ്റിൽ നേടാൻ കഴിയട്ടെ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കേട്ടോ. സോ വൺസ് അഗൈൻ താങ്ക് യു ഫോർ ട്യൂണിങ് ഇൻ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് എപ്പിസോഡ്. പ്ലീസ് റേറ്റ് ഇറ്റ് ആൻഡ് പ്ലീസ് ഫോളോ മൈ പേജ് ആൻഡ് പ്ലീസ് ഷെയർ ഇറ്റ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. കാരണം ഇതൊരു എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് മാത്രം, അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സ്, എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. പ്ലീസ് ഷെയർ ഇറ്റ് യുവർ ഫ്രണ്ട്സ്. ഐ ഹോപ്പ് ദിസ് പേജ് ഗ്രോസ് അപ്പ്. ആൻഡ് അടുത്തൊരു എപ്പിസോഡ്, അടുത്തൊരു സെഗ്മെൻറ്റ് ആൻഡ് അടുത്തൊരു ടോപ്പിക്കായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആൻഡ് കൂട്ടുകാരെ കൊണ്ട് ഒന്ന് സംസാരിപ്പിക്കണം നല്ല ആഗ്രഹമുണ്ട്. കാരണം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാറ്റിയിട്ട് അവരുടെ ജീവിത കഥകളും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് നമുക്കിതിരി സംസാരിക്കണം നല്ല ഒരു ആഗ്രഹമുണ്ട്. ആ ടോപ്പിക്ക് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അവരെയും കൊണ്ടുവരുന്നതായിരിക്കും. ഓരോരോ ആൾക്കാരെ ഞാൻ കൊണ്ടുവന്നിരിക്കും. സോ താങ്ക് യു ഫോർ ട്യൂണിങ് ഇൻ വൺസ് അഗൈൻ. യു ആർ ലിസണിങ് ടു വിഷൻ യോർസെൽഫ് റൈറ്റ് ഹിയർ വിത്ത് മീ നാസ്.